Hello students, we are back again with another video on the liabilities of an auditor. In the last video we have discussed about the criminal liabilities and civil liabilities of negligence and misfeasance and criminal liability associated with the Companies Act of 1956 and 2013. And now in this video we'll be discussing about some other liabilities which forms part of the liabilities of an auditor based on certain other laws. So first we'll be discussing about the criminal liability under Income Tax Act. Income Tax Act 1961 വന്നിട്ടുള്ള ഇൻകം ടാക്സ് ആക്ടിൽ ഒരു ഓഡിറ്ററുടെ ലയബിലിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. അതിൽ സെക്ഷൻ 258 പറയുന്നു നമുക്ക് SSCനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ഓഡിറ്റർക്ക് ഫോർ ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ്. അപ്പോൾ ഈ ടാക്സ് പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ഓഡിറ്റർ കോൺവിക്റ്റഡ് ആവുകയാണെങ്കിൽ ഹീൽ ബി ഡിസ്ക്വാളിഫൈഡ് ഫോർ റെപ്രസെൻറ്റിങ് ആൻ SSC ഫോർ എ സർട്ടൻ പീരീഡ്. അപ്പോൾ അത് ആ ഡെപ്ത് ഓഫ് കോൺവിക്ഷൻ്റെ അനുസരിച്ചിട്ട് അയാൾ എത്രത്തോളം വലിയ മിസ്റെപ്രസെൻറ്റേഷനാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിൽ ആ പീരീഡ് തീരുമാനിക്കും. അപ്പോൾ സെക്ഷൻ 258 പ്രകാരം ഒരു SSCനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള റൈറ്റിന് അതിൽ നിന്നും ഡിസ്ക്വാളിഫൈഡ് ആവുകയാണ് ചെയ്യുക. പിന്നെ പറയുന്നത് സെക്ഷൻ 277 ഇൻകം ടാക്സ് ആക്ട് ആണ് നമ്മൾ പറയുന്നത്. 277 പറയുന്നു ഇഫ് ദ ഓഡിറ്റർ സബ്മിറ്റ്സ് നോയിങ്ലി എനി ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡിക്ലറേഷൻ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റോ ഡിക്ലറേഷനോ നമ്മുടെ ഫോം ഓഫ് അക്കൗണ്ട് പ്രിപ്പറേഷൻ്റെ രീതിയിൽ ഇൻകം ടാക്സ് റിട്ടേൺസിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റോ ഡിക്ലറേഷനോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ദെൻ ഹി ബിക്കംസ് ലയബിൾ ടു ബി ഇംപ്രിസൺഡ് ഫോർ എ പീരീഡ് ഓഫ് 2 years. ഇപ്പോൾ 2 വർഷം വരെ അയാളെ തടവിന് ശിക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻകം ടാക്സ് പർപ്പസിനുള്ള അക്കൗണ്ട്സിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് സെക്ഷൻ 277 പറയുന്നത്. ദെൻ സെക്ഷൻ 278 ഇഫ് ദ ഓഡിറ്റർ ഇൻഡ്യൂസ് എ ക്ലയൻറ്റ് ടു സബ്മിറ്റ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, ഓഡിറ്റർ പറയണോ ചെയ്തോളൂ കുഴപ്പമില്ല ഞാനുണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഒരു ഇൻഡ്യൂസ് ചെയ്തിട്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു എനി ഇൻകം ചാർജബിൾ ടു ടാക്സ് ഓർ വിച്ച് ഹി ഡസ് നോട്ട് ബിലീവ് ടു ബി ട്രൂ. ഇപ്പോൾ ഓഡിറ്റർക്ക് തന്നെ എന്താ പറയുക, അയാൾക്ക് ശരിയാണെന്ന് തോന്നാത്ത ഒരു കാര്യത്തിനെ ക്ലയൻറ്റിനോട് കൊടുത്തോളൂ എന്ന് പറയുമ്പം ദ ഓഡിറ്റർ ഇസ് ക്രിമിനലി ലയബിൾ ഫോർ എ സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ് ഓഫ് 6 months ഓർ വിത്ത് എ ഫൈൻ അപ് ടു ₹1,000 ഓർ ബോത്ത്. അപ്പോൾ ഒന്നുകിൽ 6 മാസം തടവ് അല്ലെങ്കിൽ 1000 രൂപ പിഴ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ക്രൈം അതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഈ 3 സെക്ഷൻസാണ് ഇൻകം ടാക്സ് ആക്ടിൽ ഈ ഓഡിറ്ററുടെ ലയബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നത്. ഒന്നുകിൽ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യുക ഇൻ റെപ്രസെൻറ്റിങ് ദ SSC, അല്ലെങ്കിൽ ഈ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് 2 വർഷം വരെ ഇംപ്രിസൺമെൻറ്റ് കിട്ടാം. ഇനി ക്ലയൻറ്റിനെ ഇൻഡ്യൂസ് ചെയ്ത് അയാൾക്ക് ശരിയെന്ന് വിശ്വാസമില്ലാത്തൊരു കാര്യം പറയാൻ വേണ്ടി ക്ലയൻറ്റിനെ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 6 മാസം തടവോ 1000 രൂപ പിഴയോ രണ്ടും കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദെൻ ലയബിലിറ്റി അണ്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് ഓഫ് 1949. 49 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് പ്രകാരവും കുറച്ച് ലയബിലിറ്റീസ് ഉണ്ട്. അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനാണ് ഒരു ഓഡിറ്റർ ആവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ പേഴ്സൺ ഹു ഡസ് നോട്ട് ക്വാളിഫൈ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലാത്തൊരു വ്യക്തി ഓഡിറ്ററായിട്ട് ഡോക്യുമെൻ്റ് ഒക്കെ സൈൻ ചെയ്യുകയാണ് വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഫൈൻ അപ് ടു ₹1,000 ഓർ കോൺവിക്ഷൻ ഓൺ ഫസ്റ്റ് കോൺവിക്ഷൻ. ആദ്യമായിട്ട് അയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ, അയാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ല പക്ഷേ അയാളൊരു ഓഡിറ്റർ എന്ന രീതിയിൽ അയാളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എല്ലാം അയാൾ സൈൻ ചെയ്യുകയാണെങ്കിൽ, ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ 1000 രൂപ പിഴയും ആൻഡ് ഇംപ്രിസൺമെൻറ്റ് ഓഫ് 6 months ഓർ ഫൈൻ അപ് ടു ₹5,000. വീണ്ടും സബ്സിക്വൻ്റ്ലി അയാൾ അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 6 മാസം തടവും 5000 രൂപ പിഴയോ ഇനി ഇത് രണ്ടും കൂടിയോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇഫ് എ മെമ്പർ ഇസ് ഡീംഡ് ടു ബി ഗിൽറ്റി ഓഫ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട്, അപ്പോൾ അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇയാൾ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ വിൽ സസ്പെൻഡ് ദ മെമ്പർ ഫോർ 2 years. അപ്പോൾ അയാളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. ഇതാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്ററുടെ ലയബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ടിൽ പറയുന്നത്.
ദെൻ ഇന്ത്യൻ പീനൽ കോഡ് IPC പ്രകാരവും ലയബിളാണ് ഓഡിറ്റർ. ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. ഇഫ് എനി പേഴ്സൺ ഇഷ്യൂസ് ഓർ സൈൻസ് എനി സർട്ടിഫിക്കറ്റ് റിലേറ്റിംഗ് ടു എനി ഫാക്ട് വിച്ച് സച്ച് സർട്ടിഫിക്കറ്റ് ഇസ് ഫാൾസ്, തെറ്റായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റിൽ അയാൾ ഓഡിറ്റർ എന്നുള്ള പദവി ഉപയോഗിച്ച് അയാൾ സൈൻ ചെയ്യുകയാണെങ്കിൽ then he is punishable as if he gave false evidence. അപ്പോൾ തെറ്റായിട്ടുള്ള കള്ളസാക്ഷി പറഞ്ഞാൽ എങ്ങനെയാണോ പണിഷബിൾ ആവുന്നത് അതുപോലെ അത് പണിഷബിൾ ആവും. അക്കോർഡിംഗ് ടു സെക്ഷൻ 197 of IPC, the auditor is similarly liable for falsification of any book material papers that belong to the company. അപ്പോൾ എങ്ങനെയാണോ ഒരു ഇൻഡിവിജ്വല് വെറുതെ തെറ്റായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റിൽ സൈൻ ചെയ്യുമ്പം അതൊരു ഫാൾസ് എവിഡൻസിൻ്റെ രീതിയിൽ പണിഷബിൾ ആവുന്നത്, അതുപോലെ ഓഡിറ്ററും എന്താണ്, ഓഡിറ്ററുടെ പണി അങ്ങനെയാണല്ലോ, ബുക്കൊക്കെ വെരിഫൈ ചെയ്തിട്ട് സൈൻ ചെയ്യുക. ബുക്സോ മെറ്റീരിയൽ പേപ്പേഴ്സോ ഒക്കെ അതിനകത്തൊക്കെ തെറ്റായിട്ടുള്ള ഒരു സാധനത്തിൽ അയാൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിൽ ബി ലയബിൾ. ദെൻ ലയബിലിറ്റി ഓഫ് ഓഡിറ്റർ ടുവേർഡ്സ് തേർഡ് പാർട്ടീസ്, അതുണ്ടല്ലോ. ഇപ്പോൾ കമ്പനി അല്ലാതെ തേർഡ് പാർട്ടീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ലയബിലിറ്റിയാണ് ഓഡിറ്റർക്കുള്ളത്. There are a number of persons who rely upon the financial statements audited by the auditor. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ വിശ്വസിക്കുന്ന എല്ലാവരും ശരിക്കും തേർഡ് പാർട്ടീസാണ്. ആൻഡ് എൻ്റർ ഇൻ ടു ട്രാൻസാക്ഷൻസ് വിത്ത് ദ കമ്പനി വിത്തൗട്ട് ഫർദർ എൻക്വയറി. അപ്പോൾ ക്രെഡിറ്റർ ആയാലും ബാങ്കർ ആയാലും ടാക്സ് അതോറിറ്റീസ് ആയാലും പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ് ആയാലും ഇവരൊക്കെ ഓഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് എൻഗേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഷെയർ വാങ്ങിക്കുന്നതോ ടാക്സ് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതോ ഒക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ലയബിലിറ്റി ഓഫ് നെഗ്ലിജൻസ് ഉണ്ടാവാം. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ബീൻ ഹെൽഡ് ഇൻ ദ കോർട്ട് ദാറ്റ് ഓഡിറ്റർ ഇസ് നോട്ട് ലയബിൾ ടു തേർഡ് പാർട്ടീസ് ആസ് ദർ ഇസ് നോ കോൺട്രാക്ട് ബിറ്റ്വീൻ ഓഡിറ്റർ ആൻഡ് തേർഡ് പാർട്ടീസ്. അപ്പോൾ ഈ നെഗ്ലിജൻസിൻ്റെ ഭാഗത്ത് നെഗ്ലിജൻ്റ് ആയതുകൊണ്ട് തേർഡ് പാർട്ടിക്ക് അയാളെ സ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ liability for frauds ഉണ്ട്. In certain cases negligence of auditor may amount to fraud for which he may be held liable to third parties. അത് എന്താ പറയുക, പറ്റിക്കലാവുന്ന സമയത്ത്. But it must be proved that the auditor did not act honestly and he knew about it. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ തേർഡ് പാർട്ടിക്ക് സാധിച്ചാൽ, ഓഡിറ്റർ പിന്നെ സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് ഈ ഓഡിറ്റേഴ്സിൻ്റെയും കൂടെ സഹായത്തോടെ ആയിരുന്നു ഈ പിന്നെ അക്കൗണ്ട്സിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, എന്നിട്ട് ഷെയർ പ്രൈസസ് ഒക്കെ ഹൈക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ തേർഡ് പാർട്ടിക്ക് സാധിക്കുമെങ്കിൽ ദേ വർ പണിഷ്ഡ്. അപ്പോൾ അങ്ങനെ ഹോണസ്റ്റ് ആയിട്ടല്ല ആക്ട് ചെയ്തതെന്നും ഇയാൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു എന്നും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഹി വിൽ ബി ലയബിൾ. ഓക്കെ, സാധാരണ ഒരു നെഗ്ലിജൻസിൽ നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അല്ലാതെ അതൊരു ഫ്രോഡിലേക്ക് എത്തുകയാണെങ്കിൽ, അതൊരു കള്ളത്തരം എന്താ പറയുക പറ്റിക്കലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് ലയബിളാണ്. ഇത്രയാണ്, ഭയങ്കര വൈഡാണ് ഈ ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ എന്ന് പറയുന്നത്. പലതിൽ നോക്കുമ്പോഴും പല രീതിയിൽ. അപ്പോൾ ഒരുവിധം കോംപ്രഹെൻസീവായിട്ട് ഞാൻ എല്ലാം കവർ ചെയ്തു എന്നാണ് എൻ്റെ ധാരണ. റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഇഫ് യു ഫൈൻഡ് എനി ഡൗട്ട് യു ക്യാൻ ക്ലാരിഫൈ. അപ്പോൾ നമ്മൾ ഇന്നത്തോടെ നമ്മുടെ ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്ററെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.